ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിൽ മാൾവെയർ അറ്റാക്ക് എല്ലാം വന്നിട്ടുണ്ടോ? ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം? അതുപോലെ എന്താണ് മാൾവെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫോണിന് ആവശ്യമില്ലാത്ത, അതുപോലെ നമ്മുടെ ഫോണിന് ദോഷകരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എല്ലാമാണ് മാൾവെയർ എന്ന് പറയുന്നത്. ഈ ഒരു മാൾവെയർ എല്ലാം യൂസ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഫോട്ടോസ്, അതുപോലെ നമ്മുടെ ഡാറ്റാസ് എല്ലാം ലീക്ക് ചെയ്യാനെല്ലാമാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം നമ്മുടെ ഫോണിൽ ഇൻജെക്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല രീതിയിലെല്ലാം ഇത് നമ്മുടെ ഫോണിലേക്ക് ആഡ് ആകാം. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം ആഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ഫോണെല്ലാം ഹാക്ക് ആകാനും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം മിസ്സാകാനെല്ലാം ഇത് കാരണമാകും. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ഇത് വന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഫോണെല്ലാം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ ഇടയ്ക്കെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാത്തതായി എല്ലാം ഇവിടെ ആഡ് ആയിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. ഇത്തരത്തിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ എനിക്ക് വേണ്ടാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ട് എന്ന് കരുതുക. ഇത് ജസ്റ്റ് ഇതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം റിമൂവ് ആപ്പ് എന്ന് കൊടുത്ത് ഇതിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആവശ്യമില്ലാത്തതായി എല്ലാം ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഏതെങ്കിലും മാൾവെയർ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇത് ടാപ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിമൂവ് ചെയ്യാം. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഈ ഫയൽ എന്നതിൽ പോയി ഇവിടെയും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സസ്പെക്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽസ് എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഇവിടെ നിന്നും റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യമെല്ലാം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഫോണിനെ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി ഇത് ബാധിക്കുക നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ എല്ലാമാണ്. അതായത് നമ്മുടെ നേരത്തെ ഫോണിനുണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസിനെക്കാളിലെല്ലാം വളരെ പെർഫോമൻസ് എല്ലാം കുറവായി തോന്നുന്നുണ്ട് എങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഫോണിൽ അൺയൂഷ്വലായ കുറേ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് തോന്നുന്നു, അതുപോലെ നിങ്ങളുടെ ഫോൺ ഹീറ്റിംഗ് എല്ലാം വർദ്ധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു കാര്യമെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഡാറ്റയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഒന്നുമല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡാറ്റയെല്ലാം തീർന്നു പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ഏതെങ്കിലും മാൾവെയർ എല്ലാം ഇതിൽ ആഡ് ആയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിന് ഇത് ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മുടെ ഒരുപാട് ഡാറ്റയെല്ലാം ലോസ് വരും. അതുപോലെ ഫോൺ ഹീറ്റിംഗ് എല്ലാം വർദ്ധിക്കും. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് എല്ലാം കുറവായി തോന്നാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ അൺയൂഷ്വലായി നിങ്ങൾക്ക് എന്തെങ്കിലും സസ്പെക്റ്റ് എല്ലാം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോട്ടോസ് അതുപോലെ കോണ്ടാക്ട്സ് എല്ലാം ബാക്കപ്പ് ചെയ്തതിന് ശേഷം അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ബാക്കപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോണെല്ലാം റീസെറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്ന മാൾവെയർ എല്ലാം റിമൂവ് ചെയ്യാനെല്ലാം ഇത് സഹായിക്കും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ബാറ്ററി എന്നതിൽ പോവുക. ഇത്തരത്തിൽ ബാറ്ററി എന്നതിൽ പോയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നമ്മുടെ ബാറ്ററി എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, സിറി, ആപ്പ് സ്റ്റോർ, YT സ്റ്റുഡിയോ, ഇങ്ങനെയെല്ലാമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാമാണ്. എന്നാൽ ഇതല്ലാതെ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എങ്കിൽ, അതായത് നിങ്ങളുടെ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സൈൻ എല്ലാം ഉണ്ട്, അതുപോലെ നിങ്ങൾ അറിയാത്ത ആപ്ലിക്കേഷൻ എല്ലാമാണ് കൂടുതലായി നിങ്ങളുടെ ഡാറ്റയെല്ലാം യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ സാധിക്കും ഈ ഒരു മാൾവെയർ എല്ലാം തന്നെ നമ്മുടെ ഫോണിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ ഡാറ്റയെല്ലാം മിസ്സാകാൻ, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം മിസ്സാകാനുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമെല്ലാമായിരിക്കും ഇത്. ഇനി അതുപോലെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബില്ലിലെല്ലാം തന്നെ കൂടുതലായി ബില്ലെല്ലാം വരുന്നു, അല്ലെങ്കിൽ അൺയൂഷ്വലായി എന്തെങ്കിലും ലിങ്ക് എല്ലാം നിങ്ങൾക്ക് വരുന്നു, അതുപോലെ പോപ്പപ്പ് എല്ലാം നിങ്ങൾക്ക് അഡീഷണലായി കുറേ അധികം വരുന്നുണ്ട് എങ്കിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതെല്ലാം തന്നെ മാൾവെയർ അറ്റാക്കിൻ്റെ ഈ ഒരു ലക്ഷണങ്ങളെല്ലാമാണ്. അതിനാൽ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോൺ നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റ എല്ലാം സേഫ് ആയിരിക്കാനെല്ലാം സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്